അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവി ജവനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 4 വ്യാഴാഴ്ച. SFI വിഷയത്തിൽ നിയമസഭയിൽ കൊമ്പുകോർത്ത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും. കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിൽ പുറത്തുനിന്നുള്ള ആൾക്കാർ KSUക്കാർക്കൊപ്പം എത്തിയതാണ് സംഘർഷത്തിന് കാരണമായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 15ഓളം SFI പ്രവർത്തകർക്കെതിരെയും 20ഓളം KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. രാഷ്ട്രീയ വിവേചനം ഇല്ലാതെയാണ് പോലീസ് നടപടികൾ എടുത്തതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. M. വിൻസെന്റിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. SFIയുടെ അതിക്രമങ്ങളെ ന്യായീകരിക്കുന്ന നടപടിയാണ് എന്നും മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളതെന്ന് കോൺഗ്രസ് MLA M. വിൻസെന്റ്. SFIക്കാർക്ക് മുഖ്യമന്ത്രി രാഷ്ട്രീയ പിന്തുണ നൽകുന്നു. ഇതിനുള്ള ചുട്ട മറുപടിയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ റിസൾട്ട്. സിദ്ധാർത്ഥന്റെ മരണത്തിലെ പ്രതികൾക്ക് പരീക്ഷ എഴുതാൻ വരെ സൌകര്യം ചെയ്തു കൊടുത്തുവെന്നും M. വിൻസെന്റ് പറഞ്ഞു. എന്നാൽ SFI പ്രവർത്തകരായതുകൊണ്ട് മാത്രം 35 SFIക്കാർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു അനുഭവം KSUവിന് പറയാനുണ്ടോയെന്നും പ്രതിപക്ഷം ബഹളം വെച്ചതുകൊണ്ടോ അവർക്ക് വേണ്ടി മാധ്യമങ്ങൾ ബഹളം വെച്ചതുകൊണ്ടോ വസ്തുതയല്ലാതാകില്ല എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. നെറികെട്ട രാഷ്ട്രീയത്തിന്റെ ഇൻക്യുബേറ്ററിൽ വിരിയുന്ന ഗുണ്ടാപ്പട നിങ്ങളെയും കൊണ്ടേ പോകൂവെന്ന SFIയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നാവശ്യപ്പെട്ടാണ് KSU ധർണ ഇരുന്നതെന്ന് പറഞ്ഞ സതീശൻ ശ്രീകാര്യം സ്റ്റേഷനിൽ എന്തിനാണ് SFIക്കാർ വന്നതെന്നും ചോദിച്ചു. സ്ഥാനത്ത് ചേരാത്ത പ്രസംഗമാണ് മുഖ്യമന്ത്രി സഭയിൽ നടത്തിയതെന്നും മുഖ്യമന്ത്രി നിങ്ങൾ മഹാരാജാവല്ല, നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്ന് മറക്കരുതെന്നും VD സതീശൻ പറഞ്ഞു. എന്നാൽ ഞാൻ മഹാരാജാവല്ലെന്നും ജനങ്ങളുടെ ദാസനാണെന്നും എല്ലാ കാലത്തും ജനങ്ങൾക്കൊപ്പമാണെന്നും ജനങ്ങൾക്കു വേണ്ടി എന്തും ചെയ്യുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടിയും നൽകി. രക്ഷാപ്രവർത്തന പരാമർശം നിയമസഭയിൽ ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാഹനത്തിനു മുന്നിൽ ചാടിയവരെ പിടിച്ചുമാറ്റിയത് രക്ഷാപ്രവർത്തനം തന്നെയാണെന്നും ഞാൻ കണ്ട കാര്യം അന്നും പറഞ്ഞു, ഇന്നും പറയുന്നു, നാളെയും പറയുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ട വസ്തുത പറയാൻ ബാധ്യസ്ഥനാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കാണാത്ത കാര്യം എങ്ങനെ പറയുമെന്നും ചോദിച്ചു. അതേസമയം മുഖ്യമന്ത്രിയുടെ ന്യായീകരണത്തിൽ സന്തോഷമുണ്ടെന്നും നിങ്ങൾ ഒരിക്കലും തിരുത്തില്ലെന്ന് തെളിഞ്ഞെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. SFIക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. SFI തുടരുന്നത് പ്രാകൃതമായ സംസ്കാരമാണെന്നും പുതിയ SFIക്കാർക്ക് ഇടതുപക്ഷം എന്ന വാക്കിന്റെ അർത്ഥം അറിയില്ലെന്നും ആശയത്തിന്റെ ആഴം അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കാര്യങ്ങൾ ശരിയായി പഠിപ്പിക്കണം, നേർവഴിക്ക് നയിക്കണം. തിരുത്തിയില്ലെങ്കിൽ SFI ഇടതുപക്ഷത്തിന് ബാധ്യതയാകുമെന്നും SFI തിരുത്തിയേ തീരൂ എന്നും അദ്ദേഹം പറഞ്ഞു. കാര്യവട്ടം ക്യാമ്പസിലെ ഇടിമുറി ആക്രമണവും കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പലിനെ അടിക്കുകയും ഭീഷണി പ്രസംഗം നടത്തുകയും ചെയ്ത സംഭവത്തിലെ പശ്ചാത്തലത്തിലുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. SFIക്കെതിരെ വിമർശനം ഉന്നയിച്ച അധ്യാപികയ്ക്ക് പെൻഷൻ നിഷേധിക്കുന്നതായി പരാതി. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ M. രമയാണ് പരാതി ഉന്നയിച്ചത്. ഹൈക്കോടതി വിധിയുണ്ടായിട്ടും രാഷ്ട്രീയ ഇടപെടൽ കാരണമാണ് പെൻഷൻ നിഷേധിക്കുന്നതെന്നും കോളേജിൽ ഇപ്പോഴും ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്നും രമ ആരോപിച്ചു. SFIയും ഇടത് അധ്യാപക സംഘടനകളുമാണ് തന്നെ വേട്ടയാടുന്നതെന്നും അവർ പറഞ്ഞു. പോരായ്മകളും കുറവുകളും പരിഹരിച്ച് പാർട്ടി തിരിച്ചുവരുമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ഇതിനു മുൻപും CPMന് തിരിച്ചടിയേറ്റിട്ടുണ്ട്. എന്നും പോരായ്മകൾ പരിഹരിച്ച് പാർട്ടി തിരിച്ചുവന്നിട്ടുണ്ട്. അത് ഇനിയും തുടരും. സംസ്ഥാനത്ത് CPM എങ്ങനെ മുന്നോട്ടു പോകണമെന്നത് സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യും. ഉചിതമായ തീരുമാനവും ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് ഒടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of പുളിമൂട്ടിൽ സിൽക്സ്.
മാന്നാറിൽ കൊല്ലപ്പെട്ട കലയുടെ മൃതദേഹം ആദ്യം ആറ്റിൽ കളയാനാണ് പ്രതികൾ തീരുമാനിച്ചതെന്ന് സൂചന. ഇതിനാണ് വലിയ പെരുമ്പുഴ പാലത്തിനടുത്ത് മൃതദേഹം കാറിൽ എത്തിച്ചതെന്നും എന്നാൽ സാഹചര്യം അനുകൂലമല്ലാത്തതിനാൽ മൃതദേഹം ആറ്റിൽ ഉപേക്ഷിച്ചില്ലെന്നും പിന്നീട് മൃതദേഹം വീട്ടിലെത്തിച്ച് സെപ്റ്റിക് ടാങ്കിൽ ഉപേക്ഷിക്കുകയായിരുന്നുവെന്നുമാണ് നിഗമനം. എന്നാൽ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മാറ്റിയതായും പോലീസ് ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. 15 വർഷത്തിനിടെ 2 തവണ സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കിയിരുന്നുവെന്നാണ് കണ്ടെത്തൽ. സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ലഭിച്ച വസ്തുക്കൾ കോടതിക്ക് കൈമാറി. ചെങ്ങന്നൂർ ഡിവൈഎസ്പി നേതൃത്വം നൽകുന്ന പ്രത്യേക അന്വേഷണ സംഘം പോലീസ് കസ്റ്റഡിയിലുള്ള 3 പ്രതികളെയും ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. മാന്നാർ കൊലക്കേസിൽ DNA സാമ്പിൾ സെപ്റ്റിക് ടാങ്കിൽ നിന്നും ലഭിക്കാൻ സാധ്യതയില്ലെന്ന് മുതിർന്ന പോലീസ് ഫോറൻസിക് സർജൻ വ്യക്തമാക്കി. എന്നാൽ വസ്ത്രത്തിന്റെ ഇലാസ്റ്റിക്, അസ്ഥിയുടെ ഭാഗം തുടങ്ങി ലഭിച്ചിരിക്കുന്ന വസ്തുക്കൾ ഈ കേസിൽ അമൂല്യമാകും. മാപ്പുസാക്ഷി, സാഹചര്യ തെളിവുകൾ, ശക്തമായ മൊഴികൾ തുടങ്ങിയ ഘടകങ്ങൾ കൊണ്ട് കുറ്റം തെളിയിക്കാൻ പോലീസിന് കഴിയുമെന്നും സർജൻ പറഞ്ഞു. 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ലെന്ന മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന സംസ്ഥാന സർക്കാരിന്റെ നിലപാടല്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ വ്യക്തമാക്കി. മന്ത്രി സജി ചെറിയാൻ പ്രസംഗത്തിന്റെ ഒരു ഒഴുക്കിനുവേണ്ടി പറഞ്ഞതാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു. കഷ്ടപ്പെട്ട് പഠിച്ചാണ് കുട്ടികൾ 10ാം ക്ലാസ് പരീക്ഷ പാസ്സാകുന്നത്. അതുകൊണ്ടാണ് അവർക്കെല്ലാം +2 പഠനത്തിനുള്ള അവസരം സർക്കാർ ഒരുക്കിയതെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. 10ാം ക്ലാസ് പാസ്സായ ചില കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്നാണ് താൻ പറഞ്ഞതെന്നും പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മന്ത്രി സജി ചെറിയാൻ സഭയിൽ വ്യക്തമാക്കി. വീടിനടുത്തുള്ള ഒരു കുട്ടി വീട്ടിൽ വന്ന് തനിക്കൊരു അപേക്ഷ തന്നു. അതിൽ നിരവധി അക്ഷരത്തെറ്റ് കണ്ടു. അത് കണ്ടപ്പോൾ വിഷമം തോന്നിയെന്നും അതാണ് എഴുത്തും വായനയും അറിയാത്ത ചില കുട്ടികളുണ്ടെന്ന് പ്രസംഗത്തിൽ പറയാൻ കാരണമെന്നും സജി ചെറിയാൻ വ്യക്തമാക്കി. കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് റേറ്റിംഗ് കൊണ്ടുവരുമെന്ന് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഇതിന്റെ ട്രയൽ തിരുവനന്തപുരം ജില്ലയിൽ നടത്തിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സഞ്ചാരികൾ എത്തിച്ചേരുന്ന ഇടങ്ങളിൽ QR കോഡ് സ്കാൻ ചെയ്ത് അവിടുത്തെ സൌകര്യങ്ങളെ റേറ്റ് ചെയ്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ സാധിക്കും. ഈ നിലയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ നിലവാരം നമുക്ക് വർദ്ധിപ്പിക്കാനാകുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. പാലക്കാട് CPI ജില്ലാ എക്സിക്യൂട്ടീവിൽ MLAയും CPIയുടെ നേതാവുമായ മുഹമ്മദ് മുഹ്സീനെതിരെ വിമർശനം. ജില്ലയിൽ വിഭാഗീയതയ്ക്ക് നേതൃത്വം നൽകുന്നത് മുഹ്സീനാണെന്നും സംഘടനയ്ക്ക് അതീതനായി പ്രവർത്തിക്കുന്നുവെന്നും പാർട്ടി യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുക്കുന്നില്ലെന്നുമാണ് വിമർശനം. സംഘടനാ വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ട് പ്രവർത്തിക്കാൻ മുഹമ്മദ് മുഹ്സീൻ MLA തയ്യാറാകണമെന്നും പാർട്ടിയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ നേതാക്കൾ ആവശ്യപ്പെട്ടു. എഞ്ചിനീയറിംഗ് പരീക്ഷയിലെ കൂട്ടത്തോൽവിയിൽ നടപടിക്കൊരുങ്ങി സാങ്കേതിക സർവകലാശാല. വിജയശതമാനം തീരെ കുറഞ്ഞ കോളേജുകൾ അടച്ചുപൂട്ടാനുള്ള നിർദ്ദേശം നൽകിയേക്കും. 15 സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കാനാണ് നീക്കം. സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റുകളുമായി സർവകലാശാല ഇന്ന് ചർച്ച നടത്തും. 53% ഇത്തവണ KTU അവസാന വർഷ BTech പരീക്ഷയിലെ വിജയശതമാനം. തൊടുപുഴ നഗരസഭാ അധ്യക്ഷ പദം രാജിവെക്കില്ലെന്ന് സനീഷ് ജോർജ്. താൻ നിരപരാധിയാണെന്നും ഇക്കാര്യം CPM നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുമെന്നും പറഞ്ഞ അദ്ദേഹം രാജിവെക്കേണ്ട ആവശ്യം തൽക്കാലമില്ലെന്നും വ്യക്തമാക്കി. രാജിവെച്ചാൽ താൻ അഴിമതിക്കാരനാണെന്ന് മുദ്രകുത്തപ്പെടും. തനിക്കെതിരായ കേസിൽ ഗൂഢാലോചനയുണ്ടായോ എന്ന് ഇപ്പോൾ പറയുന്നില്ല. കൈക്കൂലി നൽകാൻ പറഞ്ഞെന്ന ആരോപണത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ലെന്നും ഇതെല്ലാം കോടതിയുടെ പരിഗണനയിലാണെന്നും സനീഷ് ജോർജ് പ്രതികരിച്ചു. ഇതിലും നല്ലത് ബസ്സിൽ പോകുന്നതായിരുന്നു. ഇന്നോവ ക്രിസ്റ്റ വരും. അതെ, 17 പേർക്കാണ് ഇന്നോവ ക്രിസ്റ്റ കിട്ടാൻ പോകുന്നത്. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാറും. പിന്നെ ആദ്യ സീരീസിൽ 170 പേർക്ക് ഐഫോണും. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ബാംഗ്ലൂരുവിലെ കോളേജിൽ വിദ്യാർത്ഥി സെക്യൂരിറ്റി ജീവനക്കാരനെ കുത്തിക്കൊന്നു. പശ്ചിമബംഗാൾ സ്വദേശി ജയ് കിഷൻ റോയ് എന്ന സെക്യൂരിറ്റി ജീവനക്കാരനാണ് മരിച്ചത്. അസം സ്വദേശി ഭാർഗവ് ജ്യോതി ബർമൻ എന്ന വിദ്യാർത്ഥിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യപിച്ചെത്തിയ വിദ്യാർത്ഥിയെ ക്യാമ്പസിനകത്ത് കയറ്റാത്തതിനാണ് കൊല നടത്തിയത്. ഇന്നലെ ഉച്ചയ്ക്ക് ബാംഗ്ലൂരു കെംപെപുരയിലെ സിന്ധി കോളേജിലാണ് സംഭവമുണ്ടായത്. ഹാത്രസ് ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ 4 പേരെ UP പോലീസ് കസ്റ്റഡിയിലെടുത്തു. സത്സംഗം നടത്തിയ ആത്മീയ പ്രഭാഷകൻ ഭോലെ ബാബയുടെ അനുയായികളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ബോലോ ബാബയുടെ ആശ്രമത്തിൽ വീണ്ടും പോലീസ് പരിശോധന നടത്തി. ദുരന്തമായി മാറിയ പരിപാടിയിൽ 2.5 ലക്ഷം പേർ പങ്കെടുത്തെന്ന് പോലീസ് FIRൽ പറയുന്നു.
സൌദിയിൽ തൊഴിലാളികളുടെ ശമ്പളം ഡിജിറ്റൽ വാലറ്റുകൾ വഴി നൽകണമെന്ന തീരുമാനത്തിന്റെ ആദ്യഘട്ടം നടപ്പിലായി. ആകെ 5 ഘട്ടങ്ങളിലായി നടപ്പാക്കുന്ന ശമ്പള രീതി പരിഷ്കാരത്തിന്റെ 1ാം ഘട്ടം തിങ്കളാഴ്ച മുതലാണ് പ്രാബല്യത്തിലായത്. ഗാർഹിക തൊഴിലാളി സേവന പ്ലാറ്റ്ഫോം അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചത്. തൊഴിലാളിയുടെയും തൊഴിലുടമയുടെയും കരാർ പ്രകാരമുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുക, ശമ്പളം നൽകുന്ന പ്രക്രിയയിൽ സുതാര്യത ഉറപ്പുവരുത്തുക, ഗുണഭോക്താക്കൾക്ക് സൌകര്യമൊരുക്കുക എന്നിവയാണ് ഈ രീതി പരിഷ്കരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ജെഡിഎസിന്റെ എച്ച്.ഡി. കുമാരസ്വാമി എംപിയായി തെരഞ്ഞെടുക്കപ്പെട്ട പശ്ചാത്തലത്തിൽ അദ്ദേഹം ഒഴിയുന്ന ചെന്നപ്പട്ടണ നിയോജകമണ്ഡലത്തിൽ ദേവഗൌഡയുടെ മകൾ അനസൂയ മഞ്ജുനാഥ എൻഡിഎ സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കും. ഇന്ന് ചേരുന്ന ബിജെപി സംസ്ഥാന എക്സിക്യൂട്ടീവിൽ സീറ്റ് ജെഡിഎസിന് നൽകുന്നതിൽ തീരുമാനം ഉണ്ടാകും. ശനിയാഴ്ച ജെഡിഎസ് സംസ്ഥാന സമിതി ചേർന്ന് അനസൂയയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചേക്കും. ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധത്തിന് പിന്നാലെ മുഖ്യമന്ത്രിക്കും ജനപ്രതിനിധികൾക്കും നിശ്ചയിച്ചിരുന്ന ശമ്പള വർധനാ തീരുമാനം മാറ്റി കെനിയ. വലിയ രീതിയിൽ ജനത്തിന് നികുതി ഭാരം വരുന്ന ബിൽ അവതരിപ്പിച്ചതിന് പിന്നാലെ കെനിയയിൽ വൻ പ്രതിഷേധമാണ് നടന്നത്. രാജ്യവ്യാപകമായി നടന്ന പ്രക്ഷോഭത്തിൽ 23 പേരാണ് കെനിയയിൽ കൊല്ലപ്പെട്ടത്. 2020 ലോകകപ്പ് കിരീടവുമായി എത്തിയ ടീം ഇന്ത്യയ്ക്ക് വൻ വരവേൽപ്പ്. എയർ ഇന്ത്യ ചാമ്പ്യൻസ് 2024 വേൾഡ് കപ്പ് എന്ന കോഡിലുള്ള പ്രത്യേക വിമാനത്തിൽ ഇന്ത്യൻ ടീമിനെ നാട്ടിലെത്തിക്കുകയായിരുന്നു. ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയ ടീമിന് പ്രൌഢഗംഭീരമായ സ്വീകരണമാണ് ലഭിച്ചത്. രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷം ടീം അംഗങ്ങൾ മുംബൈക്ക് തിരിക്കും. ബിസിസിഐ വൈകിട്ട് വാങ്കഡെ സ്റ്റേഡിയത്തിന് സമീപം വിക്ടറി പരേഡും സംഘടിപ്പിക്കുന്നുണ്ട്. 2020 ലോകകപ്പ് വിജയത്തിന് ശേഷം ഡൽഹിയിൽ തിരിച്ചെത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ അദ്ദേഹത്തെ സന്ദർശിച്ചു. രാവിലെ 11 മണിയോടെ എത്തിയ ഇന്ത്യൻ സംഘം പ്രധാനമന്ത്രിക്കൊപ്പം പ്രാതൽ കഴിച്ചു. 1 മണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടു. ടീമിനെ അഭിനന്ദിച്ച മോദി ഈ കിരീട വിജയം തുടരണമെന്നും ആവശ്യപ്പെട്ടു. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.